ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. മുട്ട പൊറോട്ട കഴിക്കാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല. തട്ടുകടയിൽ നിന്നൊക്കെ നിങ്ങളിൽ പലരും ഇത് കഴിച്ച് കാണും. അപ്പോൾ വീട്ടിൽ എങ്ങനെയാണ് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കുഞ്ഞു ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മുട്ട പൊറോട്ട തയ്യാറാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് മുട്ട വേണം, പിന്നെ വേണ്ടത് പൊറോട്ട വേണം, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാള കൊത്തിയരിഞ്ഞത്, പിന്നെ ഒരു തക്കാളി കൊത്തിയരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എരിവിന് ആവശ്യമായുള്ള പച്ചമുളക് എടുക്കാം. ഞാനിപ്പോൾ 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലോട്ടേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരിത്തിരി മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം, ഒരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം, പിന്നെ തക്കാളി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം, പിന്നെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില, പിന്നെ മല്ലിയില, പിന്നെ പച്ചമുളക്. നിങ്ങളെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇവിടെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഓംലേറ്റിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് നമ്മുടെ ഓംലേറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തോട്ടേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് പൊറോട്ട വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. മുട്ട ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി പൊറോട്ടൻ്റെ മുകളിലോട്ടേക്ക് ഒരല്പം നെയ്യ് നമുക്കൊന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ പൊറോട്ട നല്ല സോഫ്റ്റായിട്ടുണ്ടാവും, അതുപോലെ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇനി നെയ്യ് തീരെ താല്പര്യമില്ലാത്തവർക്ക് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ബാക്കിയുള്ള പൊറോട്ടയെല്ലാം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തട്ടുകട സ്റ്റൈലുള്ള മുട്ട പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ. കഴിച്ചവർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് അറിയായിരിക്കും. അപ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.